Hello, check, check. Hello, hello, hello. ഹലോ ഗായ്സ്, KJ ഫാനിടക്കിലേക്ക് എല്ലാവർക്കും ഒരു ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ പുതുതായിട്ട് യൂട്യൂബിലേക്ക് വന്നിട്ട് അധികം നാളായിട്ടില്ല. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇരിക്കുന്ന സ്ഥലം അങ്ങനെയുള്ള ഒരു പ്ലേസാണ് ഞാൻ ഇരിക്കുന്ന സ്ഥലം. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇരിക്കുന്നത്. പക്ഷേ റൂഫ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ സറൗണ്ടിങ്സ് ഫുള്ള് ഓപ്പൺ ഏരിയ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് സറൗണ്ടിങ്സുള്ള സൗണ്ട്സ് ഫുൾ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സാധാരണ മൈക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സോളിഡ് ഇത് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് ഈ നോയ്സ് ക്യാൻസലേഷൻ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. ഇപ്പോൾ ഓരോ മൈക്കിനും ഓരോരോ നോയ്സ് ക്യാൻസലേഷൻ ചെയ്യുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ അതുണ്ടാകാണ്ടിരിക്കാതെ അത്യാവശ്യം കുറഞ്ഞ രീതിയിൽ ബഡ്ജറ്റുള്ള ഒരു മൈക്രോഫോൺ മേടിക്കാമെന്നുള്ളതാണ് വിചാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു മൈക്രോഫോൺ ഓൺലൈനിൽ തന്നെ കാണുകയും റിവ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാകും എന്നുള്ളത് വിചാരിച്ചാണ് ഞാനത്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓഡിയോ അരേ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ AM-C1 എന്ന് പറയുന്ന വേരിയൻ്റ് മൈക്രോഫോണാണത്. അപ്പോൾ ഈ മൈക്രോഫോണിൻ്റെ നമ്മൾ എക്സാക്റ്റ് കണ്ടൻസർ മൈക്രോഫോണാണ്. അപ്പോൾ എത്രത്തോളം നോയ്സ് ക്യാൻസലേഷൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന വീഡിയോയിലുള്ള ക്വാളിറ്റി അതേപോലെ തന്നെ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ക്വാളിറ്റിയും എഡിറ്റഡും അതേപോലെ തന്നെ നോൺ എഡിറ്റഡും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ബോക്സിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോക്സിൽ ആദ്യം നിങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വേരിയൻറ്റിൻ്റെ പേര് AM-C1 എന്ന് പറഞ്ഞിട്ട് വേരിയൻ്റെ പേര്. ഇതിൻ്റെ ഓൺലൈനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു RGB, അതായത് LED ലൈറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മൈക്രോഫോൺസിൻ്റെ ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്യുന്ന ബേസ് വേരിയൻ്റാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് ചൂസ് ചെയ്യാൻ ഞാൻ പറയുള്ളൂ. കാരണം അധികം അതാണെങ്കിൽ കുറച്ച് നമുക്ക് 1000 റുപ്പീസൊക്കെ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാണ് എടുത്തത്. എനിക്ക് ഈ ഒരു റിക്വയർമെൻ്റ് ഉള്ളതുകൊണ്ട് മാത്രമേ ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. അപ്പോൾ വേറെ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ പിക്ചറൊന്നും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു സൈഡിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫീച്ചേഴ്സ് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഇതിൻ്റെ ബോക്സിൽ അടങ്ങിയിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതും ഇതിനകത്ത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ പറയാം. നേരെ നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്യാം. ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഇതിൻ്റെ ഒരു പോപ്പ് ഫിൽറ്ററും അതേപോലെ തന്നെ വിൻഷീൽഡും നമുക്ക് തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത്. പോപ്പ് ഫിൽറ്റർ നമുക്ക് നമ്മുടെ സൗണ്ട് വേരിയേഷൻ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സറൗണ്ടിങ് സൗണ്ട്സ് അനുസരിച്ച് നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഒരു മൈക്കിൻ്റെ ഒരു വിൻഷീൽഡാണ്. ഇതിൻ്റെ ഒരു വിൻഷീൽഡുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത് എന്തൊക്കെയാണ് ബോക്സിലുള്ളതെന്ന് നമുക്ക് നോക്കാം. പാക്കിങ്ങൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി പാക്കിങ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ, ഇൻസ്ട്രക്ഷൻ മാനുവൽ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഓരോരോ ഗ്രീറ്റിംഗ് കാർഡ്സും ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് 4 റോളിങ്, അതായത് ഇത് നമുക്ക് മറ്റേ കേബിൾ നമുക്ക് കണക്ട് ചെയ്യാനുണ്ട്. കേബിൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡ് കേബിൾ ഫിറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 4 സ്ട്രിപ്പ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഷോക്ക് മൗണ്ട് തന്നിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ
ഷോക്ക് മൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ മൈക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മൈക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഷോക്ക് മൗണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു കേബിള് വന്നിട്ടുണ്ട്. ഇന്നത്തെ ടൈപ്പ് എയുടെ കേബിളാണ് നമുക്ക് തന്നേക്കുന്നത്. ടൈപ്പ് എ കേബിളാണ് തന്നേക്കുന്നത്. അതേപോലെ USB കണക്ട് ചെയ്യുന്ന USB നമ്മൾ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് PC-യിലേക്കോ അല്ലെങ്കിൽ മൊബൈലിലേക്കോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മൊബൈലിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കണ്ടോ C ടൈപ്പിൻ്റെ ഒരു അഡാപ്റ്ററും കൂടി OTG കൂടി തന്നിട്ടുണ്ട്. OTG അഡാപ്റ്ററും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേബിളിൻ്റെ കാര്യങ്ങൾ മാറ്റി വയ്ക്കാം. കേബിൾസ് മാറ്റി വയ്ക്കാം. പിന്നെ ഇത് ട്രൈപ്പോഡിൻ്റെ ഒരു ട്രൈപ്പോഡാണ്. നമുക്ക് സാധാരണ ഇത്തരം ഇതിനകത്ത് ട്രൈപ്പോഡ് നമുക്ക് തരാറില്ല. പക്ഷേ ഇതിനകത്ത് ട്രൈപ്പോഡ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് തന്നിട്ടുള്ളതെന്നുള്ളത് വളരെയധികം നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് യൂസേജിനൊക്കെ വളരെയധികം നല്ലൊരു കാര്യമാണ്. ട്രൈപ്പോഡ് ഇതിൻ്റെ തന്നിട്ടുണ്ട്. പിന്നെ തന്നേക്കുന്നത് ഇതാണ് നമ്മുടെ മൈക്ക് വരുന്നത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പ്രീമിയം ക്വാളിറ്റിയാണ്. മെറ്റൽ ഫിനിഷാണ് വന്നേക്കുന്നത്. കണ്ടോ, നല്ല പ്രീമിയം ക്വാളിറ്റി മൈക്കാണ് വന്നേക്കുന്നത്. നല്ല മെറ്റൽ ഫിനിഷാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ക്വാളിറ്റിയിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഹൈ ക്വാളിറ്റി, അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഒരു സ്റ്റാൻഡ്, അത് നമുക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു ടേബിൾ ക്ലാമ്പാണ്. നമുക്ക് ടേബിളിൽ നമുക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് ഒരു ടേബിൾ ക്ലാമ്പ് തന്നിട്ടുണ്ട്. നമുക്ക് ടേബിളിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റാൻഡ് മൈക്കോ ടേബിളായിട്ട് കണക്ട് ചെയ്യാം. അതിന് വേണ്ടി ഒരു ക്ലാമ്പ് തന്നേക്കുന്നു. അതിന് ശേഷം സ്റ്റാൻഡ് തന്നേക്കുന്നു. ഒരു മൈക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ആം സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. ഒരു ആം സ്റ്റാൻഡാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഗൈസ്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ടേബിളിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇത്രയും നമുക്കിനി ഇതിൻ്റെ കേബിൾ കണക്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇത് നമുക്കിനി നമ്മുടെ PC-യിലേക്ക് കണക്ട് ചെയ്യണം, ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഞാനിത് ടേബിളിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് കേബിൾ കണക്ട് ചെയ്യാം. ഓക്കെ, താഴത്ത് ഇവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാ സെറ്റപ്പും കാര്യങ്ങളും നമ്മൾ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്ന സൗണ്ട് ഇതിനകത്ത് നിന്നുള്ള സൗണ്ടാണ്. ഇപ്പോൾ മൈക്രോഫോണിൽ നിന്നുള്ള സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ എത്രത്തോളം നേരത്തെ ഉള്ളതും ഇപ്പോൾ ഉള്ള മൈക്രോഫോണും തമ്മിലുള്ള ക്ലാരിറ്റി എത്രത്തോളം വ്യത്യാസമാണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒരുപാട് നമ്മൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വോയിസ് എത്രത്തോളം ക്ലാരിറ്റി ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇപ്പം ഈ ഫിൽറ്റർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒരുപാട്
നോയ്സി അല്ലെങ്കിൽ നോയ്സി സറൗണ്ടിങ്സ് ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഫിൽറ്റർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാതെ യൂസ് ചെയ്യുന്നതാണ്, അല്ലാതെ ഈ ഫിൽറ്റർ ഇല്ലാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ക്ലാരിറ്റി എത്രത്തോളം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമുക്കിതിൻ്റെ ഒപ്പം ട്രൈപ്പോഡ് തന്നിട്ടുണ്ടാകും. ട്രൈപ്പോഡ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിനകത്ത് ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ സ്റ്റാൻഡിൽ ഇതുപോലെ സ്റ്റാൻഡാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ഫിൽറ്റർ ഇല്ലാതെയുള്ള സൗണ്ടാണ്. നേരത്തെ ഞാൻ ഫിൽറ്റർ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് സൗണ്ട് ടെസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഫിൽറ്റർ ഇല്ലാതെയുള്ള സൗണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഫിൽറ്റർ ഇല്ലാതെയുള്ള സംസാരം അതിൻ്റെ ക്വാളിറ്റിയിൽ എത്രത്തോളം സൗണ്ടിൽ എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ ഇല്ലാണ്ട് തന്നെ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫിൽറ്റർ സറൗണ്ടിങ്സ് അനുസരിച്ച് നിങ്ങൾ ഫിൽറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തന്നേക്കുന്നത്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു വോയിസ് വേണം, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള വോയിസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഇതെടുത്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണ്? അപ്പോൾ ഞാനിതൊരു ഓപ്പൺ ഏരിയയിലാണ് ഇരുന്ന് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സറൗണ്ടിങ് സൗണ്ട്സ് നല്ല രീതിയിലുണ്ടാവും. അപ്പം അത് മാക്സിമം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മൈക്രോഫോൺ ചൂസ് ചെയ്തത്. ഇതാകുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോയ്സ് ക്യാൻസലേഷൻ തരും ഈ ഒരു മൈക്രോഫോൺ. അതായത് ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഓഡിയോ അരയുടെ മൈക്രോഫോൺ, അതിൽ കണ്ടൻസർ മൈക്രോഫോൺ കുറച്ചും കൂടി നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ കൂടുതൽ തരുമെന്നുള്ളത്. അതിപ്പോൾ ഇത്തരം ഒരു സറൗണ്ടിങ്സ് ഉള്ള ആണെന്നുണ്ടെങ്കിൽ, സറൗണ്ടിങ്സ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൈക്രോഫോൺ തന്നെയാണ് യൂസ് ചെയ്യാൻ ഞാൻ പറയുന്നത്. ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫീസിബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. പിന്നെ ഇതുപോലെ തന്നെ പുതിയ യൂട്യൂബേഴ്സ് ഇതുപോലെ തന്നെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഉടനെ